ഹലോ മൂട്ടേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഫൈനലി നമ്മുടെ ലോക സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ മെയിനായിട്ടെല്ലാം അറിയേണ്ട ഒരു ടൈറ്റിൽ ഗ്രാഫ് കാണിച്ചിരിക്കുന്ന ഒരു കഥ എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ടൈറ്റിൽ ഗ്രാഫാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയങ്ങൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാനും പെട്ടെന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ആണെന്ന് പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത് ഞാനത് എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് എല്ലാവരും ചെയ്യാം. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ആ ഒരു രീതി സ്റ്റാറിന് ആളുകൾ രക്ഷപ്പെട്ട് നമ്മുടെ നീല ഓടുന്ന സമയത്ത് ഒരു ഒടിയൻ്റെ രീതിയിലുള്ള ഒരു സാമ്യത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ലോകത്ത് നടക്കുന്നതൊക്കെയായിട്ട് കാണിക്കുന്നതാണ്. ടൈറ്റിൽ കാർഡ് ഇട്ടിട്ടാണ് നമ്മുടെ ഒരു മെയിനായിട്ട് ടൈറ്റിൽ ഗ്രാഫ് ടൈറ്റിൽ ഡിസൈനിങ്ങുള്ള ഓരോ കഥകളായിട്ട് കാണിച്ചു പോകുന്നത്. അപ്പോൾ അതിലായി തന്നെ കാണിക്കുന്ന നമ്മുടെ സ്റ്റാർ അല്ലെങ്കിൽ മദർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ മൂത്തോനെ ഒരു ഭൂമിയിലേക്ക് അയക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ഗ്രഹം കയറിയൊരു പേടകത്തിൽ മൂത്തോൻ പോകുന്നതായിട്ട് കാണിക്കുന്നു. പിന്നെ അവിടെ വന്ന് നമ്മുടെ ഭൂമിയിലെ ആൾക്കാർക്ക് വേണ്ട രീതിയിലുള്ള പവറുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മൂത്തോൻ, വേണ്ട ശക്തികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് മൂത്തോൻ. അങ്ങനെ ഇസ്താറിന് ആൾക്കാർ വീണ്ടും ഭൂമിയിലേക്ക് വന്ന ആൾക്കാരൊക്കെ കൂടി യുദ്ധത്തിന് ഒരുങ്ങുകയാണ് നമ്മുടെ മൂത്തോൻ. അതായത് മൂത്തോൻ ഇസ്താറിന് അതിനെതിരാവുകയാണ്, ആൾക്കാരെ കൂടെ നിൽക്കുകയാണ്, അവരൊക്കെ ഒരു ദൈവമായി മാറുകയാണ്. ഇസ്താനെതിരെ നേരിട്ട് രീതിയിലുള്ള ഫൈറ്റുകളൊക്കെ മൂത്തോനും ആൾക്കാരൊക്കെ കൂടി ചെയ്യാണ്. പിന്നെ കുറേ ഒരു പേടകം വന്ന ഒരു കടയിലേക്ക് പതിക്കുന്നു. ആൾക്കാരെ നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഇസ്റ്റാറിനെ കിട്ടണം. അതായത് നേരത്തെ ചിലപ്പോൾ മദർ എന്ന ക്യാരക്ടറായിരിക്കും, ഇത് ഇസ്താർ എന്ന ക്യാരക്ടറായിരിക്കും. അതായത് അവിടെ നിൽക്കുന്ന ഒരു കുട്ടിയുടെ ക്യാരക്ടറായിരിക്കും ഈ ഇസ്താർ. അപ്പോൾ അതുപോലെ പിന്നീട് കാണിക്കുന്ന ചാത്തന്മാരുടെ കഥയാണ്. അവരോട് ചാത്തന്മാർ വന്ന് നാടൊക്കെ ഭയങ്കര രീതിയിൽ മുഷിപ്പിച്ചുകൊണ്ടിരിക്കുക. നല്ലവരും ഉണ്ട്, ചീത്തയായ ആൾക്കാരുണ്ട്. ചീത്ത ആൾക്ക് നല്ല രീതിയിലുള്ള കൊണ്ടും ക്രൂരതകളൊക്കെ ആളുകൾ കാണിച്ചു പോകുന്നുണ്ട്, പല പേരെ കൊല്ലുന്നു. പിന്നീട് ഒടിയനെ കാണിക്കുന്നു. ഒടിയനൊപ്പം ഒരു പട്ടിയുണ്ട്. ഒടിയൻ ഇതിനൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഒടിയൻ ഒരുപാട് രാജാക്കന്മാരോടൊപ്പം ഇതിനൊക്കെയായിട്ട് യുദ്ധം ചെയ്യുന്നതൊക്കെയായിട്ട് കാണിക്കുന്നുണ്ട്. വലിയ രാജാപ്പാടിയാളുകൾക്കെതിരെയൊക്കെ യുദ്ധം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വീണ്ടും ചാത്തന്മാരുടെ ക്രൂരത കാണിക്കുന്നുണ്ട്. പൊട്ട ചാത്തന്മാർ, നല്ല ചാത്തന്മാർ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിലാരും പൊട്ട ചാത്തന്മാരാണത്. അതുപോലെ വീണ്ടും ഒടിയനെ കാണിച്ചു പോകുന്നു. ഒടിയൻ ഒരുപാട് രാജാക്കന്മാർ കൂടെ നിൽക്കുന്നതൊക്കെ ആയിട്ടും രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് തന്നെ ഒടിയൻ്റെ ഭാഗത്തു നിന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ മൊത്തത്തിൽ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്തുള്ളൊരു കഥ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെയും മൂത്തോൻ്റെ പവർഫുള്ളായ സീനുകൾ, അതായത് മൂത്ത ആൾക്കാരെ കൊല്ലുന്ന മൂത്തോൻ ചാത്തന്മാരെ പിടിക്കാനായിട്ട് നമ്മുടെ കത്തനാരുടെ സഹായം തേടുന്നു. കത്തനാർ ഒറ്റയ്ക്ക് ആകാൻ പറ്റാത്തതുകൊണ്ട് നീലയും കൂട്ടി പിടിക്കുന്നതാണ് ചാത്തന്മാരെ പിടിക്കാൻ പോകുന്നത്. ഈ ഒരു ഷോട്ടിൽ പിന്നീട് നിൽക്കുന്ന ഒരു കൊടൂരമായ ചാത്തനെ നമുക്കവിടെ കാണാൻ സാധിക്കും. അവസാനം നമ്മുടെ മൂത്തതെല്ലാം നോക്കിക്കൊണ്ട് മൂത്തോൻ മുകളിലെ രാജാവേദന ഇരിക്കുന്നു കാണിക്കുന്നുണ്ട്. ചാത്തൻ്റെ അത് നോക്കി കഴിഞ്ഞാൽ പണ്ടെന്തോ തെറ്റ് ചെയ്തൊരു വ്യക്തിയെ 390 കഷ്ണങ്ങളാക്കി ഒരു തീ കൊണ്ടതിലേക്ക് ഇടുകയാണ്. പിന്നീട് ആ 390 കഷ്ണങ്ങൾ ഓരോ ചാത്തന്മാരായിട്ട് പുനർജനിക്കുകയാണ് ചെയ്തത്. പിന്നെ അതിൽ പൊട്ട ചാത്തന്മാരുണ്ട്, നല്ല രീതിയിലുള്ള ചാത്തന്മാരുണ്ട്. അങ്ങനെയാണ് ചാത്തന്മാരുടെ കഥ പറയുന്നത്. പല രീതിയിൽ 3-4 ടൈപ്പ് ഓഫ് സ്റ്റോറീസ് ഉണ്ട്. അതിനകത്ത് ഒന്നാണ് ഇത്. മിക്കവാറും ഇങ്ങനെ വരാനാണ്ട് സാധ്യതയുള്ളൂ. നമുക്കൊരു ടൈറ്റിൽ ഗ്രാഫിൽ തന്നെ കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാർ ഇനി ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ വേണ്ടി വരുന്നത്, അതിന് വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ നമ്മുടെ മൂത്തോനെ എല്ലാവരും വിളിച്ചു കൂട്ടുന്നത്. അതായത് നമ്മുടെ നീലിനെയും അതുപോലെ ചാത്തനെയൊക്കെ വിളിച്ചു കൂട്ടുന്നത്. വലിയ യുദ്ധമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അതാണ് ബാക്കിയുള്ള സിനിമകൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് ചാത്തനിൽ നോക്കുമ്പോൾ അത് ചാത്തൻ്റെ കഥയായിരിക്കും. അതായത് വില്ലനായ ഒരു ചാത്ത അവസാനം കാണിക്കുന്ന ഒരു ഗുഹയുടെ ഉള്ളിലുള്ള ആ ഒരു ചാത്തൻ, ആ ഒരു ചാത്തനും എതിരായിട്ടുള്ള നമ്മുടെ മൈക്കിൾ എന്ന ചാത്തൻ്റെ ആ ഒരു പവർ, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള ഒരു വലിയ യുദ്ധം തന്നെയായിരിക്കും നമ്മൾ ചാപ്റ്റർ 2 കാണാൻ പോകുന്നത്. പിന്നീട് നമുക്ക് അവിടെ ഒടിയൻ്റെ കഥ ഇപ്പോൾ ഒടിയൻ മെയിനായിട്ട് പറഞ്ഞു പോകുന്നില്ല. ഒടിയൻ നമുക്ക് പലർക്ക് അറിയുന്ന രീതി തന്നെയാണ്, സാധാരണ വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരു പവറിലൂടെയാണ് പുള്ളി അങ്ങനെയും മാറുന്നത്. മൂത്തോൻ തന്നെയാണ് ഇതിനൊക്കെ തലവേണമെന്ന് പറയാൻ തന്നെ ആ ഒരു വീഡിയോ നമുക്ക് ടൈറ്റിൽ കാർഡിൽ കാണിച്ചു പോകുന്നുണ്ട്. മൂത്തോനെയാണ് ശരിക്കും. മൂത്തോനെ ഈ ഒരു ഭൂമി പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്താർ അയച്ചെങ്കിൽ ഇവിടെ വന്നിട്ട് മനുഷ്യന്മാരുടെ ഒരു സ്നേഹം കൊണ്ട് മൂത്തോനെ അവരുടെ ആളായി മാറി ഇസ്താറിനെതിരെ പൊരുതി, അതായത് ഇവിടെ വലിയ ശക്തി തന്നെ ഉണ്ടാക്കിയിട്ട് ഇസ്താറിനെതിരെ പോരാടുകയും ചെയ്യുകയാണ്. പിന്നെ നടക്കുന്ന യുദ്ധങ്ങളൊക്കെയാണ് ടൈറ്റിൽ കാർഡിൽ കാണിച്ചു പോകുന്നത്. വീണ്ടും ഒരു പ്രശ്നം വന്നുകൊണ്ടാണ് ഇപ്പം നമ്മുടെ മൂത്തോൻ വീണ്ടും എല്ലാവരും വിളിച്ചു വിടുന്നത്. അതായത് നീലിനെയാണെങ്കിലും ചാത്തനൊക്കെ ആണെങ്കിലും സാഹചര്യം വിളിക്കുന്നത്. തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ഡൗട്ടുള്ള ടൈറ്റിൽ ഗ്രാഫ്, അതായത് ടൈറ്റിൽ കാർഡ് കാണിച്ചു പോകുന്ന സംഭവം ഇപ്പോൾ OTT ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇത്തിരി ക്ലിയർ ആയിട്ട് എല്ലാം കാണാനായിട്ട് പറ്റുന്നത്. തിയേറ്ററിൽ കാണാൻ ബേസ് നമുക്ക് ഒരു ഷോർട്ട് ലിസ്റ്റ് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നമുക്കതിന് മനസ്സിലാക്കാനുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് അതിനകത്ത് കാണിച്ചു പോകുന്നത്. ആദ്യം നമുക്ക് ഇവിടെ പറഞ്ഞു മൂത്തോനെ വിടുന്നു, മൂത്തോൻ ആൾക്കാരെയും നമ്മുടെ ഭൂമിയിലെ ആളായി മാറുന്നു, വലിയ ശക്തി ഉണ്ടാക്കി ശതമാനം പൊരുത്തുന്നു. പിന്നെ ചാത്തന്മാരുടെ കഥയും 390 ചാത്തന്മാരായി നിന്ന് കയറി വന്ന ആ ഒരു കഥ. അതുപോലെ ഒടിയൻ ചെറിയ യുദ്ധങ്ങളൊക്കെ ചെയ്ത് ഒടിയൻ്റെ ആ ഒരു സൈഡാണ് അവിടെ കാണിച്ചു പോയിട്ടുള്ളത്. ഇതൊക്കെയാണ് ടൈറ്റിൽ കാർഡിനകത്തുള്ളത്. അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ എങ്ങനെയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, അതായത് ചാനലിൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.